ഒരു ജനതയുടെ അസാമാന്യ പോരാട്ടത്തിന്റെ കഥയാണ് ചെല്ലാനം പഞ്ചായത്തിലെ പുത്തൻതോട്ട് കണ്ണമാലി പ്രദേശ നിവാസികൾക്കും കൊച്ചി കോർപ്പറേഷന്റെ മാനാശ്ശേരി സൌദി ബീച്ച് റോഡ് പ്രദേശവാസികൾക്കും പറയാനുള്ളത്. കടലാക്രമണ ഭീഷണിയിൽ നിന്നും ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 2019 ഒക്ടോബർ 28 ആരംഭിച്ച പ്രതിഷേധം 2000-ലധികം ദിവസങ്ങൾ പിന്നിട്ട് സമര ചരിത്രങ്ങളിൽ തന്നെ വേറിട്ടതാകുന്നു. റിപ്പോർട്ടിലേക്ക്. ചെല്ലാനത്തെ 7.5 കിലോമീറ്റർ ടെട്രോപോഡ് കടൽഭിത്തി നിർമ്മിച്ച് സുരക്ഷിതമാക്കിയതുപോലെ തങ്ങളെയും സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പുത്തൻതോട് കണ്ണമാലി, ചെറിയ കടവ്, കാട്ടിപ്പറമ്പ്, മാനാശ്ശേരി, സൌദി ബീച്ച് റോഡ് പ്രദേശങ്ങളിലുള്ളവരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ പുത്തൻതോട് വരെ 344.2 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത്. സർക്കാർ വിഭാവനം ചെയ്തിരുന്ന കടൽഭിത്തിയുടെ നീളം 12 കിലോമീറ്ററും 15 പുലിമുട്ടുകളുമായിരുന്നു. എന്നാൽ നിർമ്മാണ ചിലവ് ഉയർത്തിയതോടെ കടൽഭിത്തികളുടെ നീളവും പുലിമുട്ടുകളുടെ എണ്ണവും ചുരുക്കിയെന്നാണ് ആക്ഷേപം. ആദ്യം 11.5 കിലോമീറ്റർ വർക്കാണ് അവർ ചെയ്യാന്ന് പറഞ്ഞു. അത് അന്നേരം ഇവിടെ റോഡൊക്കെ നിർമ്മിച്ച് അവര് കല്ലും വണ്ടി തെക്കോട്ട് ആദ്യം തെക്കുന്ന് വർക്ക് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിക്കും പിന്നീട് നമ്മൾ അറിയണത് 8.5 കിലോമീറ്റർ ആക്കിയത് ചുരുക്കിയെന്നാണ് അറിയുന്നത്. സമരം ഞങ്ങൾ ഓരോ ദിവസവും വളരെ ശക്തിയായിട്ട് തന്നെ കൊണ്ടുപോകും. ഇപ്പൊ 2000 ദിവസം ഞങ്ങൾ എങ്ങനെ പോയോ, അതായത് ഞങ്ങളുടെ രീതി എന്ന് പറയുന്ന 3 സമരപ്പന്തലുകളിൽ പന്തല് കെട്ടി സമരം നടക്കുന്നുണ്ട്. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരം നടത്തി തോപ്പുംപടി ജംഗ്ഷനിൽ. അങ്ങനെ ഓരോ പ്രാവശ്യവും വലിയ സമരവും നടത്തും, പിന്നെ നിരന്തരമായിട്ട് സമരപ്പന്തലിലുള്ള സമരവും നടത്തും. കടൽഭിത്തി ചുരുക്കിയും പുലിമുട്ട എണ്ണത്തിൽ കുറച്ച് നിർമ്മിച്ചും സംരക്ഷിച്ചുവെങ്കിലും അവശേഷിക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോഴും രൂക്ഷമായ കടലാക്രമണ ഭീഷണിയിലാണ് ഉള്ളത്. പണി പൂർത്തിയായ ചെല്ലാനത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ കടലാക്രമണ ഭീഷണി ഒഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ഭീഷണി ഇരട്ടിയായി. ഇപ്പൊ ചെല്ലാനം സംരക്ഷിക്കപ്പെട്ടപ്പോ ഇനി ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ഇതായില്ല. അപ്പൊ ഇങ്ങോട്ട് ഇനി കടൽ വരും. ഇങ്ങോട്ട് നേരത്തെ കൊണ്ട് ഇനി കൂടുതലായിട്ട് ശക്തിയാർജിച്ച് ഇങ്ങോട്ടേ വരുള്ളൂ. ന്യൂനവർഗം കൊണ്ട് കഴിയുമ്പോ കടൽ വരും. പിന്നെ ജൂൺ ജൂലൈയിൽ ഇത് 2-3 മാസം ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമാണ്. ഈ കടൽ പറയുന്നപ്പാട് കടൽ ഞങ്ങളുടെ കിഴക്ക് അറ്റം എത്തും എന്നുവെച്ചാൽ കണ്ടു നിൽക്കാൻ പറ്റൂല. അത് കാണണം, എന്നാലേ അറിയാൻ പറ്റുള്ളത്. ഈ കുഞ്ഞുങ്ങളുമായിട്ടും പ്രായമായതാണ് ഞങ്ങൾക്ക് പോകാൻ ഒരിടവുമില്ല. കുഞ്ഞുങ്ങളെയൊക്കെ പഠിക്കണ കുഞ്ഞുങ്ങളാണ്. വർഷം വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കടൽ കയറുന്നതും എപ്പോഴാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങളുണ്ട്. ഞങ്ങളുടെ വീടുകളാണെങ്കിൽ ഒത്തിരിയേറെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. മഴ വരുമ്പോഴും എല്ലാവർക്കും സന്തോഷമാണ്, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖങ്ങളാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഏത് സമയത്താണ് ഞങ്ങൾക്ക് കടൽ കയറി വരുന്നതെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും കൊണ്ടും പ്രായമായ ആൾക്കാരാണെങ്കിൽ ഇഷ്ടംമാതിരി ഇവിടെ ഉണ്ട്. അവരെയും കൊണ്ടൊക്കെ ഇവിടെ നിന്ന് പോകാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓടിപ്പോകാനൊരു സ്ഥലമില്ല. കടൽ വരുന്ന എപ്പോഴാണെന്ന് നമുക്ക് അറിയാനും പറ്റൂല. വർഷകാലം എത്താനിരിക്കെ അടിയന്തരമായി തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. തങ്ങളെ സന്ദർശിക്കാൻ രാഷ്ട്രീയക്കാരും അധികാരികളും എത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്നും ഇവർ ആരോപിക്കുന്നു. സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്നും ഈ വർഷത്തെ കടൽ കയറ്റത്തിൽ നിന്നും പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ തൽക്കാലത്തേക്ക് ജിയോ ബാഗ് മണൽ ബണ്ടുകൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ദൂരദർശൻ ന്യൂസ്, എറണാകുളം.